ശ്യാം ദേവരാജ് ഒരു മാധ്യമ സ്ഥാപനം അതിന്റെ സ്വാഭാവിക വളർച്ചയിലൂടെ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ ആ വളർച്ചയ്ക്ക് തടയിടുന്നതിനായി അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് സാമ്പത്തികമായ ലാഭമുണ്ടാകുന്നതിന് തടയിടാനായിട്ടുള്ള ഒരു കുറുക്കുവഴി എന്നാൽ ഒരു നെറികെട്ട വഴി, അതിൽ ഏർപ്പെട്ട ആളുകൾക്ക് നിയമപരമായി ഏറ്റവും ഉചിതമായ ശിക്ഷ തന്നെ തരുന്ന രീതിയിലായിരിക്കില്ലേ ഈ കേസിന്റെ അന്വേഷണം? എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, ഇതിൽ ജാമ്യമില്ലാ കുറ്റം ഉൾപ്പെടെയാണ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും BNS-ലെ 316(2) അനുസരിച്ച് വിശ്വാസവഞ്ചനാ കുറ്റം, ഇത് ജാമ്യമില്ലാ കുറ്റമാണ്. ഏതാണ്ട് 7 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. റിപ്പോർട്ടർ TV MD-യുടെ വാട്സാപ്പ് ചാറ്റ് ചോർത്തി, ഇതിൽ കൃത്രിമത്വം കാണിച്ചു, റിപ്പോർട്ടർ TVക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. ഏതാണ്ട് 25 കോടി രൂപ പ്രത്യക്ഷത്തിലും 100 കോടിയോളം രൂപ പരോക്ഷമായും നഷ്ടമുണ്ടാക്കി, സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ്. അതിനനുസരിച്ചാണ് ഈ വകുപ്പ് ചുമത്തിയത്. മറ്റൊന്ന് BNS-ലെ 318(4) വകുപ്പാണ്. 24 ന്യൂസിന് അന്യായമായ സാമ്പത്തിക നേട്ടമുണ്ടാക്കുക, ഒപ്പം റിപ്പോർട്ടർ TVക്ക് നഷ്ടമുണ്ടാക്കുക. അതിനായി ഒരു പ്രവൃത്തി നടത്തുന്നു, കുറ്റകരമായ ഉദ്ദേശത്തോടുള്ള ഒരു പ്രവൃത്തി നടത്തുന്നു. അതിനാണ് BNS 318 ഉപവകുപ്പ് 4 ചുമത്തിയത്. മറ്റൊന്ന് 336(3) വകുപ്പാണ്. ഇത് വ്യാജരേഖ ചമക്കലാണ്, ഫോർജറി കുറ്റമാണ്. ഇത് റിപ്പോർട്ടർ TV MD-യുടെ വാട്സപ്പ് ചാറ്റ് ചോർത്തുന്നു, എന്നിട്ട് അതിൽ കൃത്രിമത്വം കാട്ടുന്നു. തുടർന്ന് അത് വ്യാജമായി തന്നെ സ്വന്തം ചാനലിലൂടെ 24 ന്യൂസ് ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നു. R. ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ. എന്നിട്ട് തുടർന്ന് അത് പൊതുസമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്നു. റിപ്പോർട്ടർ TVക്കും റിപ്പോർട്ടർ TVയുടെ MD-ക്കും അത് അപകീർത്തികരമാകുന്ന രീതിയിലേക്കുള്ളതാണ് ആ പ്രവർത്തനം. മറ്റൊന്ന് IT നിയമത്തിലെ 66 ഈ വകുപ്പാണ്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന വകുപ്പാണ് 72-ാം വകുപ്പ്. ഇത് സ്വകാര്യതയുടെ ലംഘനമാണ്. അങ്ങനെ BNS-ലെയും IT നിയമത്തിലെയും വിവരസാങ്കേതിക നിയമത്തിലെയും പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഈ കുറ്റകൃത്യവുമായി ചേർന്ന് നിൽക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കളമശ്ശേരി പോലീസ് 24 ന്യൂസിന്റെ എഡിറ്റർ ശ്രീകണ്ഠൻ നായർ ഉൾപ്പെടെയുള്ള 6 പ്രതികൾക്കെതിരെ കേസെടുത്തത്. ഓക്കെ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്യാം ദേവരാജും TV പ്രസാദും R. റോഷിപാലും ഒപ്പം സായ്കുമാറുമാണ്. സായ്കുമാറിലേക്ക് ഒരിക്കൽ കൂടി. സായ്കുമാർ, ഈ കേസിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അത് FIR ഇട്ടതിന് ശേഷമായ FIR അടക്കമാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. റിപ്പോർട്ടറിന് ഒന്നും മറയ്ക്കാനില്ല എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി തന്നെ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയല്ലേ? സത്യസന്ധമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം നമ്മുടെ കൂടെ ചേർന്ന പ്രേക്ഷകർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്? തീർച്ചയായും സുജയ, പ്രേക്ഷകരെ ഇതാണ് സത്യം എന്ന് തന്നെയാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അതായത് ബാർക്ക് തട്ടിപ്പ് എന്നുള്ള രീതിയിൽ 100 കോടിയുടെ ക്രിപ്റ്റോ കറൻസി എന്നതടക്കമുള്ള വലിയ രീതിയിൽ പ്രചാരം നടത്തിയതെല്ലാം കള്ളമാണ് എന്ന് കൃത്യമായി നമ്മൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെക്കുന്നത്. ആ FIR-ലെ വിവരങ്ങൾ തന്നെയാണ്. അതിൽ കൃത്യമായി തന്നെ പോലീസ് പറയുന്നുണ്ട് അത് വ്യാജ വാർത്തയാണ്. ആ സ്ക്രീൻഷോട്ട്, പ്രധാന തെളിവായി അവർ ഉയർത്തിക്കാട്ടിയ സ്ക്രീൻഷോട്ട്, അത് വ്യാജ സ്ക്രീൻഷോട്ടാണ്. ആ വ്യാജരേഖ ചമച്ചതിനാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 100 കോടിയുടെ ക്രിപ്റ്റോ കറൻസി ഇടപാട്, അതൊക്കെ അവർ വായുവിൽ നിന്നുണ്ടാക്കിയ കണക്കാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആണ് ഈ FIR-ൽ പറയുന്നത്. അങ്ങനെയൊന്നും നടന്നിട്ടേ ഇല്ല എന്ന് കൂടി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ FIR കൂടി കാണിച്ചുകൊണ്ടാണ് നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ആ സത്യം. തീർച്ചയായും പ്രേക്ഷകരെ, ഇതാണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്താണോ റിപ്പോർട്ടർ കൊടുത്ത പരാതി, ആ FIR-ന്റെ ഉള്ളടക്കമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ ആ FIR-ആയി തന്നെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. കളമശ്ശേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടക്കട്ടെ. ആ വിവരങ്ങളും നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും.